ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. ഒരു 13,000 രൂപയുടെയും അതുപോലെ തന്നെ 20,000 രൂപയുടെ ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ ഒരു ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ G64 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7020 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 14 5G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 6000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ iQOO Z9X അല്ലാന്നുണ്ടെങ്കിൽ Vivo T3X 5G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണിനുള്ളും LCD ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു പ്രോസസ്സറാണ്. 8ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ iQOO Z9X 5G എന്ന സ്മാർട്ട് ഫോൺ 13,000 രൂപ പ്രൈസ് റേഞ്ചിലും Vivo T3X 5G എന്ന സ്മാർട്ട് ഫോൺ 13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേയും കൂടി ഉള്ള ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Realme P1 അല്ലാന്നുണ്ടെങ്കിൽ Realme Narzo 70 എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണിലുള്ള 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ 9ഓളം 5G ബാൻഡ്സ് ആണ് ഇതിൽ വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ Realme Narzo 70 എന്ന സ്മാർട്ട് ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിലും Realme P1 എന്നുള്ള സ്മാർട്ട് ഫോൺ 15,100 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണ്ടി വരും. അപ്പം ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ M34 അല്ലാന്നുണ്ടെങ്കിൽ F34 എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Exynosന്റെ 1280 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 11 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോൺ കിട്ടുന്നുണ്ട്. പിന്നെ പോക്കോയുടെ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ പോക്കോ X6 Neo 5G എന്ന സ്മാർട്ട് ഫോൺ 14,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ 108+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 14,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന 5G സപ്പോർട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Lava Blaze X 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലാവയുടെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ലാവ Agni 2 എന്ന സ്മാർട്ട് ഫോൺ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷെ 4,800 mAh ബാറ്ററി വരുന്നുള്ളൂ.
അപ്പം കുറച്ച് പൈസ എക്സ്ട്രാ കൂട്ടുന്നതിന് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ. പിന്നെ 15,700 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെഡ്മിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്. 108+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 33 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 15,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ CMF ഫോൺ 1 വരുന്നുണ്ട്. MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു പ്രോസസ്സറാണ്. പിന്നെ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാക്ക് പാനലാണ് ഇതിൽ വരുന്നത്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ OnePlusന്റെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 16,700 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus Nord C3 Lite എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Snapdragon 695 എന്നുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. 108+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററിയും 60 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OnePlusന്റെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ 20,000 രൂപയ്ക്ക് താഴെ OnePlusന്റെ വേറെ നല്ല ഫോണുകൾ വരുന്നുണ്ട്. അതും നോക്കാവുന്നതാണ്. അത് നമ്മൾ ഇനി പറയുന്നതായിരിക്കും. പിന്നെ ഇൻഫിനിക്സിന്റെ ഒരു സ്മാർട്ട് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ Infinix Note 40 5G എന്ന സ്മാർട്ട് ഫോൺ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. MediaTek Dimensity 7020 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 108+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 20,000 രൂപയ്ക്ക് താഴെ മോട്ടറോളയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ Moto G85 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. Snapdragon 6S Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 32 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്കായിട്ട് റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Realme Narzo 70 Pro അല്ലാന്നുണ്ടെങ്കിൽ Realme 12+ എന്നീ ഫോണിൽ നോക്കാവുന്നതാണ്. രണ്ടിലും ഏകദേശം അടുത്ത് വരുന്ന ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ 12+ൽ Sony IMX 890 സെൻസറും അതുപോലെ തന്നെ Narzo 70 Proയിൽ Sony LYT600 സെൻസറുമാണ് വരുന്നത്. 16 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ Narzo 70 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 17,200 രൂപ പ്രൈസ് റേഞ്ചിലും 12+ എന്നുള്ള സ്മാർട്ട് ഫോൺ 17,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ 17,800 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ റിയൽമിയുടെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Realme P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററി 45 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 17,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 18,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ടെക്നോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Tecno Camon 20 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. MediaTek Dimensity 8050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 8 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 32 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 33 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്.
18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പോക്കോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. വോയിസിന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5100 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾ OnePlusന്റെ ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ OnePlus Nord C3 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 782G എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ സാംസങ്ങിന്റെ ഒരു ഫോണാണ് നിങ്ങൾ 20,000 രൂപയ്ക്ക് താഴെ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ സാംസങ് M35 5G എന്ന സ്മാർട്ട് ഫോൺ 18,650 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എക്സിനോസിന്റെ 1380 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,650 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഐക്യൂടെ അല്ലെങ്കിൽ വിവോയുടെ ഒരു സ്മാർട്ട് ഫോണാണ് നിങ്ങൾ 20,000 രൂപയ്ക്ക് താഴെ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഐക്യു Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണുകളിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 8ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇതിൽ 20,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളേത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ റിയൽമി P1 അല്ലാന്നുണ്ടെങ്കിൽ നാർസോ 70 എന്നീ ഫോണുകൾ നോക്കിയേക്കാം. അതുപോലെ തന്നെ CMF Phone 1 ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കിയേക്കാം. അല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാൻ പറ്റും എന്നുണ്ടെങ്കിൽ പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്തേക്കാം. അതുപോലെ തന്നെ OnePlusന്റെ OnePlus Nord C3 എന്ന സ്മാർട്ട് ഫോണും ഐക്യു Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 എന്നീ ഫോണുകളും കൺസിഡർ ചെയ്തേക്കാം. സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് M35 5G ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. അല്ല കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റിയൽമി P1 Pro അല്ലാന്നുണ്ടെങ്കിൽ മോട്ടോ G85 എന്നീ ഫോണുകളായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.